ഒരു കൊച്ചല്ലേ എൻ്റെ കൂടെ വന്നു നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചു മോളെവിടെ പോണ്? അമ്മമ്മ ടാറ്റ ഞാൻ പറഞ്ഞിട്ട് ആ കൊച്ചങ്ങ് പോവും. സംസാരിക്കും, കൊച്ചും സംസാരിക്കും, തള്ളയും സംസാരിക്കും, ബാക്കി ആരും മിണ്ടില്ല. കാരണം പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഇവർ ആ മൂലയ്ക്കകത്ത് എന്ത് കിടന്നാലും ഇവിടെ അറിയില്ല. 2 കൈ ഒടിഞ്ഞ് സൈക്കിളിൽ നിന്ന് വീണാണെന്ന് പറഞ്ഞ്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം അർഷിദ് എന്ന 1.5 വയസ്സുകാരൻ്റെ കൊലപാതക വാർത്ത നാട്ടുകാർ ഏറെ ഞെട്ടലോടെയാണ് കേട്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാടുള്ള കരിക്കുഴി എന്നുള്ള സ്ഥലത്താണ്. അതായത് ഈ കൊലപാതകം നടന്ന സ്ഥലത്താണ്. കരിക്കുഴി എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാമമാണ്, ചെറിയ ഗ്രാമവാസികളാണ്. അവരെല്ലാവരും തന്നെ ഈ ഒരു കൊലപാതക വാർത്ത ഏറെ ഞെട്ടലോടെയാണ് കേട്ടത്. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ച് അവർ ദിവസവും കാണുന്ന കുട്ടിയാണ് ഈ 1.5 വയസ്സുകാരനായ അർഷിദ്. എപ്പോഴും ചിരിക്കുന്ന മുഖം, ടാറ്റ നൽകുന്ന മുഖം എന്നിങ്ങനെയാണ് നാട്ടുകാർ എല്ലാവരും തന്നെ പറയുന്നത്. അവരെ സംബന്ധിച്ച് ഈ ഒരു വാർത്ത ഏറെ ഞെട്ടലും വേദനയും ഉണ്ടാക്കുന്നതാണ് എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. 6 മാസത്തിനിടയ്ക്ക് ഈ കൊച്ചിനെ കൊന്ന അവനും മറ്റേ ഈ കൊച്ചിനെ അവൻ അവൻ്റെ സഹോദരിയാണ് വീടെടുത്തേക്കണത്. അവിടെ കൂടെ വല്ലപ്പോഴൊക്കെ വരുമായിരുന്നു. ഇവർ കുടുംബമായിട്ട് താമസിക്കാൻ വന്നിട്ട് ഒരു 3 മാസത്തിനകത്തേ ആവും. കുടുംബഭാര്യ ഈ കൊച്ചിനെ കൊന്ന അവനും അവൻ്റെ ഭാര്യയുമായിട്ട് കൊച്ചുമായിട്ട് വന്നിട്ട് ഒരു 3 മാസത്തിനകത്തേ ആവും. ഈ കൈ എപ്പോഴാണ് ഓടുന്നത് നമുക്കറിയില്ല. അത്രയും ദൂരത്തുനിന്ന് ഇത്രയും കിടക്കണം, നമുക്ക് ഒന്നും അറിയാൻ പോയില്ല. ഇവരെ കാണാറുണ്ടോ അമ്മ? കാണും, സംസാരിക്കും, കൊച്ചും സംസാരിക്കും, തള്ളയും സംസാരിക്കും, ബാക്കി ആരും മിണ്ടില്ല. അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്നൊന്നും അറിയില്ല. നമുക്ക് എങ്ങനെ അറിയാനൊക്കെ അത്രയും ദൂരത്തുനിന്ന് അറിയാൻ പറ്റില്ല. ഈ കൈ ഒടിഞ്ഞപ്പോൾ ചോദിച്ചിരുന്നു എന്താ സംഭവിച്ചതെന്ന്? വീണതെന്ന് പറഞ്ഞു, സൈക്കിളിൽ നിന്ന് വീണൊടിഞ്ഞാന്ന് പറഞ്ഞു. അല്ല ഒന്നും അറിയാൻ വയ്യ. അവിടെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ഒന്നും അറിയാൻ പറ്റില്ല. കാരണം പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഇവർ ആ മൂലയ്ക്കകത്ത് എന്ത് കിടന്നാലും ഇവിടെ അറിയില്ല. ഇത്രയും ദൂരം കിടക്കയില്ലേ. അതായത് ഈ 3 മാസം കൊണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ? അത്രയേ ഉള്ളൂ, ഇവരുമായിട്ട് അത്രയേ ഉള്ളൂ. അവന്മാരാരും മിണ്ടയൊന്നുമില്ല. എന്തെങ്കിലും മഴയത്ത് തന്നെ ഇവിടെ എങ്ങാനും വന്ന് നിന്നാൽ അകത്ത് കയറി നിൽക്കാൻ പറഞ്ഞ പോലും അവർ കയറിയേ നിൽക്കുകയൊന്നും ചെയ്യില്ല. അവരങ്ങ് നിന്നിട്ട് അങ്ങ് മഴ വരുമ്പോൾ പോകും. അത്രയേ ഉള്ളൂ. വാർത്ത കേട്ടപ്പോൾ എന്ത് തോന്നി അമ്മ? വാർത്ത കേട്ടപ്പോൾ അവന് തല്ലിക്കൊല്ലാൻ തോന്നി, അത്രയേ ഉള്ളൂ. ഒരു കൊച്ചല്ലേ എൻ്റെ കൂടെ വന്നു നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചു മോളെവിടെ പോണ്? ഞാൻ മോളെന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത് കേട്ടാ. ഞാൻ പള്ളിയിൽ പോണ്, താത്താരുടെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. എന്നും ഇതിലെ വരുമ്പോൾ അത് സംസാരിക്കും. കൊച്ച് ഇവിടെ വരുമ്പോൾ അമ്മമ്മ ടാറ്റ ഇങ്ങനെ പറഞ്ഞിട്ട് ആ കൊച്ചങ്ങ് പോവും. ആ കൊച്ചിൻ്റെ തള്ളയും സംസാരിക്കും, ബാക്കി ആരും സംസാരിക്കില്ല. അവരങ്ങ് പോവും, നമ്മൾ മിണ്ടാതെ നിൽക്കും. നല്ല കൊച്ചായിരുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് മോൻ 2 മക്കളില്ല, നമ്മളെങ്കിലും അവർക്കെങ്കിലും കൊടുത്ത് വളർത്തിപ്പോയാൽ. അതും തന്നില്ല. എന്തായാലും അധികം കാണുന്ന ആൾക്കാർ തന്നെയാണ്. ഈ 3 മാസം കൊണ്ട് 6 മാസമായി അവരവിടെ വന്നിട്ട് ഈ 3 മാസം കൊണ്ടാണ് ഈ കൊച്ചും തന്തയല്ല വളർത്തച്ഛൻ അവനും ഈ പെണ്ണും കൂടെ ഇവിടെ വന്നത്. അതിൽ 2 മാസത്തോളമുള്ള പഴക്കമേ ഈ പെണ്ണുമായിട്ടുള്ളൂ. ബാക്കി ആരും മിണ്ടുന്നില്ല. ഈ പെണ്ണും കൊച്ചും മിണ്ടും. പിന്നെ സൈക്കിളിൽ നിന്ന് വീണെന്ന് പറഞ്ഞ് 2 കൈ ഒടിഞ്ഞ് സൈക്കിളിൽ നിന്ന് വീണാണെന്ന് പറഞ്ഞ്. ആ പെണ്ണെന്ന് എവിടെയെങ്കിലും പോകാൻ ഈ തടിയുടെ പുറത്ത് വന്നിരിക്കും. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കും. ഊണ് കഴിച്ചാൽ അമ്മമ്മ, കാപ്പി കുടിച്ചാൽ അമ്മമ്മ എന്നൊക്കെ ചോദിച്ചിട്ട് പോവും. പെണ്ണുമായിട്ട് സംസാരിക്കും, പക്ഷേ ബാക്കി ആരുമായിട്ടൊരിതുമില്ല. ശാരദ അമ്മയാണ് നമ്മളോടിപ്പോൾ പ്രതികരിച്ചത്. ആ പിഞ്ചുകുട്ടി താമസിച്ച ആ ഒരു കുടുംബം താമസിച്ച വീടാണ്. അതായത് ഈ ഷീറ്റിട്ട വീടിൻ്റെ തൊട്ട് താഴെയാണ് ആ വീട്. ആ ദാരുണ സംഭവം ഇക്കഴിഞ്ഞ ദിവസമാണ്, ആ ഒരു വാർത്ത ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്ത് വന്നത്.
1.5 വയസ്സുകാരൻ നേരിട്ടത് അതിക്രൂര മർദ്ദനമാണ്. 2 കൈകളും ഒടിഞ്ഞിരുന്നു. ഈ അയൽവാസികളോട് അടക്കം പറഞ്ഞിരുന്നത്, അതായത് ഈ മാതാപിതാക്കൾ പറഞ്ഞിരുന്നത്, രണ്ടാനച്ഛനും ഈ അഖിലയും പറഞ്ഞിരുന്നത്, ഈ സൈക്കിളിൽ നിന്നും വീണാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ്. 2 കൈകളും ഒടിഞ്ഞിരുന്നു. ഇന്നലെ ഒരു മാധ്യമത്തിൽ വന്നൊരു പ്രതികരണം നമുക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കും. അതായത് ഈ കൈയൊടിഞ്ഞ ഈ ഒരു സമയത്തും ഈ വീടിന് പുറകിലുള്ള ഈ പാരപ്പറ്റിന് മുകളിൽ ഈ കുട്ടിയെ നിർത്തുമായിരുന്നു എന്ന്. അത്തരത്തിൽ അതിക്രൂരമായ ക്രൂരതകളാണ് ഈ രണ്ടാനച്ഛൻ നിലവിലിപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അഖിലയും, അതായത് അമ്മയും രണ്ടാനച്ഛനും നിലവിലിപ്പോൾ റിമാൻഡിലായിരിക്കുകയാണ്. 90-ലധികം മുറിവുകളാണ് ഈ പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അതായത് സ്വകാര്യ ഭാഗങ്ങളിലടക്കം മാരകമായ മുറിവുകളുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിക്രൂരമായ മർദ്ദനവുമെല്ലാം തന്നെയാണ് ഈ പിഞ്ചു കുഞ്ഞിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും ഏറെ വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ദാരുണമായ സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വേദനാജനകമായ വാർത്ത തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ആ കുഞ്ഞിപ്പോൾ ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങിയിരിക്കുകയാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.